സിനിമയിലും ഭരണകക്ഷിയിലും വലിയ സ്വാധീനം. ബലാത്സംഗ കേസിൽ പ്രതി ചേർക്കപ്പെട്ടെങ്കിലും പാർട്ടിയും സർക്കാരും മുകേഷിനെ സംരക്ഷിച്ചത് 4 ആഴ്ചയോളമാണ്. ഒടുവിൽ പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്യാൻ വിളിച്ചു വരുത്തിയാണ് നടനും കൊല്ലം MLA-യുമായ മുകേഷിനെ അറസ്റ്റ് ചെയ്തത്. അറസ്റ്റിന് പിന്നാലെ ജാമ്യത്തിൽ വിട്ടയക്കുകയും ചെയ്തു. എറണാകുളം സെഷൻസ് കോടതിയുടെ മുൻകൂർ ജാമ്യം ഉള്ളതിനാലാണ് വൈദ്യപരിശോധനയ്ക്ക് ശേഷം മുകേഷിനെ വിട്ടയച്ചത്. ആലുവ സ്വദേശിനിയായ നടിയുടെ പരാതിയിൽ മുകേഷ് ഉൾപ്പെടെ 7 പേരാണ് പ്രതിപ്പട്ടികയിലുള്ളത്. രാവിലെ 10:15-നാണ് നടനും MLA-യുമായ M. മുകേഷിനെ പ്രത്യേക അന്വേഷണ സംഘം ലൈംഗികാതിക്രമ കേസിൽ ചോദ്യം ചെയ്തു തുടങ്ങിയത്. 3 മണിക്കൂറോളം നീണ്ട ചോദ്യം ചെയ്യലിനൊടുവിൽ പ്രത്യേക അന്വേഷണ സംഘം മുകേഷിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചിട്ടുള്ളതിനാൽ മുകേഷിനെ വൈദ്യപരിശോധനയ്ക്ക് ശേഷം ജാമ്യത്തിൽ വിട്ടയച്ചു. കൊച്ചി തീരദേശ പോലീസ് ആസ്ഥാനത്തായിരുന്നു AIG പൂങ്കുഴലിയുടെ നേതൃത്വത്തിൽ മുകേഷിനെ ചോദ്യം ചെയ്തത്. തെളിവുകൾ ശക്തമായതിനാൽ മുകേഷിനെ അറസ്റ്റ് ചെയ്യുമെന്നുള്ള സൂചനകൾ നേരത്തെ വന്നിരുന്നു. അഭിഭാഷകനൊപ്പമാണ് മുകേഷ് ചോദ്യം ചെയ്യലിന് ഹാജരായത്. നടപടിക്രമങ്ങൾക്ക് ശേഷം പുറത്തിറങ്ങിയ മുകേഷ് മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ തയ്യാറായില്ല. ആലുവ സ്വദേശിനിയായ നടിയുടെ പരാതിയിൽ രജിസ്റ്റർ ചെയ്ത കേസിലാണ് അറസ്റ്റ്. മരട് പോലീസാണ് നടിയുടെ പരാതിയിൽ മുകേഷിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തത്. മുകേഷ് അടക്കം സിനിമാ മേഖലയിലെ 7 പേർക്കെതിരെയായിരുന്നു നടി ആരോപണം ഉന്നയിച്ചത്. പിന്നീട് ഇമെയിൽ മുഖേന പ്രത്യേക അന്വേഷണ സംഘത്തിന് പരാതി നൽകിയതിനെ തുടർന്നാണ് മുകേഷ് അടക്കമുള്ളവർക്കെതിരെ കേസെടുത്തിട്ടുള്ളത്. പോലീസിന്റെ അന്വേഷണത്തിൽ തൃപ്തിയുണ്ടെന്ന് പരാതിക്കാരിയായ നടി പ്രതികരിച്ചു. എനിക്ക് സർക്കാരിനോടും SITയോടും വളരെയധികം ആത്മാർത്ഥമായിട്ട് ഈ ഒരു നിമിഷത്തിൽ നന്ദി പറയുന്നു. കാരണം ആദ്യമേ തന്നെ പറഞ്ഞിരുന്നു, ഏത് കൊമ്പനായാലും ശരി ഞങ്ങൾ അവർക്കത് നടപടിയെടുക്കും എന്നുള്ള ആ വാക്ക് അവർ പാലിച്ചതിൽ എനിക്ക് വളരെയേറെ സന്തോഷമുണ്ട്. നമ്മുടെ കേരളത്തിൽ വലിയൊരു ശുദ്ധികലാശം തന്നെ നടന്നിരിക്കുന്നു. കാരണം MLA പോലുള്ള ആൾക്കാരെയൊക്കെ അറസ്റ്റ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഈ കേരളത്തിലെ ഓരോരുത്തരും വിചാരിക്കും നാളെ നമ്മുടെ ഗതിയും ഇങ്ങനെ തന്നെയാകുന്നു. അതുകൊണ്ട് ഇനി തൊട്ട് പെൺകുട്ടികൾക്ക് എല്ലാ സ്വാതന്ത്ര്യത്തോടുകൂടി സിനിമയിൽ നിന്നല്ല ഏത് ഫീൽഡിലായാലും അവർക്ക് ജോലി ചെയ്യാൻ കഴിയും. ഇനി നമ്മുടെ കേരളത്തില് ഇതുപോലത്തെ പ്രത്യേകിച്ച് ഫിലിം ഫീൽഡിൽ വർഷങ്ങളായിട്ട് കൊണ്ടുവരുന്ന ഒരു ഗുണ്ടായിസം തന്നെ മാറിക്കിട്ടി. കാരണം ഏറ്റവും വലിയ തലവന്മാരെയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മുടെ കേരളം ഫ്രീ ആയി. അതുപോലെ തന്നെ യഥാർത്ഥ കലാകാരികൾക്കും കലാകാരന്മാർക്കും സിനിമയിൽ വളരെ സ്വതന്ത്രമായിട്ട് കടന്നു വരാൻ ഒരു അവസരമാണ് കൊടുത്തിരിക്കുന്നത്. ഇതെനിക്ക് പറയാനുള്ളൂ. നടിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ IPC 354 പ്രകാരമാണ് മുകേഷിനെതിരെ കേസെടുത്തിരിക്കുന്നത്. News 18 കൊച്ചി.